ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുക്ക് വിത്ത് സ്തുതി. അപ്പോൾ ഇന്ന് നമുക്കൊരു സദ്യ സ്റ്റൈൽ നേന്ത്രപ്പഴ പച്ചടി തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. പച്ചടിക്ക് ആവശ്യമായിട്ടുള്ള നേന്ത്രപ്പഴമാണ്. നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ ഇതേപോലെ ഒന്ന് ക്യൂബ്സായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, ഒരു 4 പച്ചമുളക് നെടുകെ കീറിയത് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില, പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂണോളമുള്ള മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്കിതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ നേന്ത്രക്കായ ഒന്ന് വെന്ത് വരാൻ വേണ്ടി നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ചു വെച്ച് നമുക്ക് ഇത് നല്ല രീതിയിലൊന്ന് വെന്ത് വരുന്നിടം വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പം നമുക്ക് അതൊന്ന് വേകുന്ന ടൈം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഒരു അരപ്പ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ഫ്രഷ് നാളികേരം ചിരകിയതെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ചെറിയ കഷ്ണം ഇഞ്ചി, അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളമുള്ള കടുക്, ഒരു 1/4 ടീസ്പൂൺ തന്നെ ചെറിയ ജീരകം കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ നമ്മൾ വേഗം വെച്ചിരുന്ന ആ ഒരു നേന്ത്രക്കായൊക്കെ നല്ല രീതിയിലൊന്ന് കണ്ടോ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇടയ്ക്കിടെ ഒന്ന് കടിക്കാൻ കിട്ടുന്നതും കുഴപ്പമൊന്നുമില്ല. അപ്പം ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ തയ്യാറാക്കി കൊണ്ടുവന്നിരിക്കുന്ന അരപ്പ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇപ്പം ഞാനിവിടെ എല്ലാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു അരപ്പ് ജസ്റ്റ് ഒന്ന് വെന്ത് വരണം. അതുവരെ നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം. ചൂടാക്കി ഒന്ന് തിളപ്പിച്ചെടുക്കണം, അത്രയും മതി. അപ്പോൾ ആ ടൈമിൽ നമുക്കിതിലേക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കിയതിന് ശേഷം കുറവാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ അരപ്പൊക്കെ ഒന്ന് വെന്ത് നല്ല രീതിയിലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് മതി. ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുവാണേ. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് തണുക്കണം. തണുത്തതിന് ശേഷം വേണം നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പോളം ഉള്ള തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പം കണ്ടോ നല്ല രീതിയിൽ ഞാനൊന്ന് തൈരൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചൂടോടെ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ ഇത് പിരിഞ്ഞു പോകും തൈര് ഒഴിക്കുമ്പോൾ, അതുകൊണ്ടാണ്. അതിനുശേഷം ഇതിലേക്ക് ഞാൻ കടുകൊന്നും വറുത്ത് ഇടുന്നില്ല. അതിന് പകരം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കണ്ടോ ഇത് മതി. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്കിത് നല്ല രീതിയിൽ എല്ലാം കൂടെ ഒന്ന് വീണ്ടും വെളിച്ചെണ്ണ ഒഴിച്ചതുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്താൽ മതി. അപ്പോൾ ഇത് അടച്ച് വെക്കുക വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം. അപ്പോൾ ഒരു അടിപൊളി ടേസ്റ്റി ഏത്തപ്പഴ പച്ചടിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരിക. ഇതേപോലെ ഒരു പുതിയ റെസിപ്പിയിലൂടെ കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.